മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭോപ്പാലിൽ നിന്ന് തുളസീധരൻ സാറ്. ഈ തുളസീധരൻ സാറിനെ കുറിച്ച് ഞാൻ പണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എം ശങ്കരൻ നമ്പൂതിരിപ്പാടും AKGയും അച്യുതാനന്ദൻ സാറുമെല്ലാം ഭോപ്പാൽ പ്രദേശത്തേക്ക് പോകുമ്പോഴും അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ഭോപ്പാൽ വഴി ട്രെയിൻ വരുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഒരു കറകളഞ്ഞ ഇടതുപക്ഷക്കാരനായ തുളസീധരൻ സാറ് വളരെ നന്നായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രവർത്തകനെ പോലെ പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഒരു സന്ദേശം, ആത്മീയതയൊന്നുമല്ല, നല്ലൊരു സന്ദേശം അയച്ചു തന്നിട്ടുണ്ട്. അത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ്. നവംബർ 14 ശിശുദിനം. ഇന്ന് ശിശുദിനമാണ്. ആ ശിശുദിനത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി തന്നിരിക്കുന്ന വളരെ ധന്യമായിട്ടുള്ള സന്ദേശം. ഒരു ശിശുവിന് ശിശുവായിരിക്കുവാനുള്ള സർവാധികാരം ഉറപ്പ് വരുത്തുന്നതാവണം ശിശുദിനത്തിൻ്റെ സന്ദേശം. ഒരു ശിശുവിന് ശിശുവായിട്ട് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും നിഷ്കളങ്കമായി ജീവിക്കാനുമുള്ള അവകാശമുണ്ട്. അനർഗളവും സഹജവുമായ നിഷ്കളങ്കതയ്ക്ക് തെല്ലും കടിഞ്ഞാണില്ലാതെ ബാല്യസഹജമായ കളിയും കുസൃതിയും ഉൾക്കൊള്ളുന്ന ഒരു വളർച്ചാ സംവിധാനമാണ് ശിശുക്കൾക്ക് മാതാപിതാക്കളും അധ്യാപകരും ഒരുക്കി കൊടുക്കേണ്ടത്. ശിശുക്കളെ രാജ്യത്തിൻ്റെ പരമപ്രധാന സമ്പത്തായി പരിഗണിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അവരുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയുള്ള നിരവധി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ നമ്മുടെ രാജ്യത്ത് നാഷണൽ ചിൽഡ്രൻസ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. സംയോജിത ശിശു വികസന സർവീസ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആഗോള അടിസ്ഥാനത്തിൽ ശിശുദിനം കൊണ്ടാടുന്നത് ജൂൺ മാസത്തെ 2ാമത്തെ ഞായറാഴ്ചയാണ്. എന്നാൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ശിശുവാത്സല്യം കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനം ആഘോഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു വരി ചേർക്കുകയാണ്. ആ ജവഹർലാൽ നെഹ്റുവാണ് ഭാരതത്തിലെ ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന 6 പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അത് തുടർന്നുകൊണ്ടേ പോയത് ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം അദ്ദേഹം ശിശുക്കളെ ഇഷ്ടപ്പെടുന്നു എന്ന കാരണത്താൽ ശിശുദിനമാക്കിയെങ്കിൽ ഞാൻ പണ്ട് യൂട്യൂബിൽ പറയാറുണ്ട്, എനിക്ക് ഗോപാലകൃഷ്ണൻ എന്ന എനിക്ക് കഴുതകളെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജന്മദിനത്തിനെ ഏത് ദിവസമായിട്ടാണ് എടുക്കുക എന്നുകൂടി ചിന്തിക്കാം. ഒരാൾക്ക് വേറൊരാളെ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് ആ ഇഷ്ടപ്പെടുന്ന ആളുടെ ജന്മദിനം ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അനുസ്മരണ ദിനമായിട്ട് എടുക്കുന്നത് ഇതിൽ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമാണെങ്കിൽ അദ്ദേഹം ഒരു പവർഫുൾ അധ്യാപകനായിരുന്നു. യുവദിനമായിട്ട് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 39 വർഷത്തെ ജീവിതം കൊണ്ട് ഭാരതത്തെ 500 വർഷത്തെ പ്രവർത്തനം ചെയ്ത വ്യക്തിയായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ്റെ ജന്മദിനം യുവദിനമായിട്ട്. ഒരുപക്ഷെ നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല. ഏത് കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും പല വാക്കുകളും പല പ്രവൃത്തികളും ഇപ്പോൾ വീഡിയോയിലൂടെ വരുന്നതും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു സിനിമ എടുക്കാൻ അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും തീരുമാനിച്ചത് വളരെ ശക്തമായ സ്വാധീനം കൊണ്ടാണ് സിനിമ എടുക്കാതെ അത് അവശേഷിക്കുന്നത്. സിനിമ യഥാർത്ഥത്തിൽ എടുത്തിരുന്നുവെങ്കിൽ യഥാർത്ഥ നെഹ്റു എന്താണെന്ന് ഒരുപക്ഷെ ലോകം ശരിക്കറിയുമായിരുന്നു. അങ്ങനെ ശിശു സഹജമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും പലതും ചെയ്ത് ഇന്നും കാശ്മീരിലെ സ്വയംകൃതമായ പ്രവർത്തനം ശിശു സഹജമായിട്ട് UNOയെ ഏൽപ്പിച്ച് 60 കൊല്ലം കൊണ്ട് ഇത്രയും ജവാന്മാരും ജനങ്ങളും മരിക്കാനും ആ സംസ്ഥാനം മുഴുവനും ഇങ്ങനെ ആയിത്തീരാനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർദാർ പട്ടേലിന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുക്കാതെ ഇത് UNOയിൽ കൊണ്ടുപോയി എത്തിച്ചതാണ്. അങ്ങനെ ശിശു സഹജമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നതിൽ വേണമെങ്കിൽ തെറ്റില്ല എന്ന് വ്യംഗ്യാർത്ഥത്തിൽ ഞാൻ പറയുന്നു, ശരിക്കുള്ള അർത്ഥത്തിലല്ല. അടുത്തത്, ശിശു പരിപാലനത്തിൽ ഗുരുദേവൻ്റെ ഉപദേശം കേൾക്കൂ. ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ
അനാശാസ്യം വചോദ്രവ്യം മംഗള നിവേദനാംഗ അവമാനന ആരോപം ന ബാലസ്യ പ്രകാശയെ. ശിശുക്കളോട് ചീത്ത വാക്ക് പറയുകയോ ചീത്ത വിചാരം ഉളവാക്കുകയോ അഭിമാനമില്ലാത്ത പ്രവർത്തികൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുകയോ ചെയ്യരുത്. അതായത് നഴ്സറി പ്രൈമറി ക്ലാസ്സുകളിലെ പിഞ്ചോമനകളെ അഭ്യസിപ്പിക്കുന്ന അധ്യാപകർ, അവരുടെ രക്ഷിതാക്കള്, ഇവർ വളരെ കരുതലോടുകൂടി വേണം ഈ പ്രായത്തിൽ ശിശുക്കളോട് പെരുമാറേണ്ടതിൻ്റെ ആവശ്യകത എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഊന്നി പറയുന്നു. ബാലമനസ്സിൻ്റെ നൈസർഗികതയെ അറിയുവാനും അതനുസരിച്ച് അവരോട് പെരുമാറുവാനുമുള്ള മുതിർന്നവരുടെ അജ്ഞതയാണ് ഇന്ന് ശിശുക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഭാവന ചിറകുവിരിക്കുന്ന ഈ പ്രായത്തിൽ വാസ്തവമെന്ത് അവാസ്തവമെന്ത് എന്ന് വേർതിരിച്ചറിയുവാനുള്ള ശിശുക്കളുടെ ശേഷിയില്ലായ്മ മുതിർന്നവർ തിരിച്ചറിയുക തന്നെ വേണം. അതിനാൽ ഈ പ്രായത്തിൽ കുട്ടികളെ നിയന്ത്രിക്കുന്ന അധ്യാപകർ തീർച്ചയായും നല്ല പരിശീലനം സിദ്ധിച്ചവരും സ്വഭാവ മഹിമയുള്ളവരിൽ ആയിരിക്കണം. അതിക്രമങ്ങൾ ഇരയാകേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന വിദ്യാർത്ഥിനികളുടെയും പട്ടിക്കൂട്ടിലടക്കേ പെട്ട ബാല്യങ്ങളുടെയും സംഭവകഥകൾ നാം ഇനിയും പഠിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. അപ്രകാരം നന്മയുടെ പന്താവ് പിന്തുടർന്നില്ല എങ്കിൽ പഠനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും അനുപാതം സന്തുലിതമായിരിക്കണമെന്ന് എന്തേ നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മറന്നുപോകുന്നു. പ്രൈമറി സ്കൂളിലെ സിലബസുകൾ കണ്ടാൽ ഇത് ഈ കൊച്ചുകുട്ടി പഠിക്കാനുള്ളതോ എന്ന് അതിശയിച്ചു പോകും. പുസ്തകക്കെട്ടുകളുടെ വലിപ്പം കൂടാതെ വിദ്യാഭ്യാസത്തെ വ്യവസായമാക്കിയവരുടെ മത്സരബുദ്ധിയും ഒന്നാമനാകാനുള്ള മാതാപിതാക്കളുടെ അത്യാഗ്രഹവും ഒക്കെ കാണുമ്പോൾ മഹാക്രൂരതയ്ക്ക് ഇരയാകുന്നു ഈ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ? എല്ലാ കാര്യവും തീരെ കളിയുമില്ലാതെ വളരുന്ന കുട്ടികൾ മന്ദനാകും എന്നർത്ഥമുള്ള ഒരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ട്. ശിശുക്കളുടെ മസ്തിഷ്കത്തെ താടനം ചെയ്യുന്ന വിദ്യാഭ്യാസ രീതി വിപരീത ഫലം മാത്രമേ നൽകുമെന്നും നാം ഓർക്കണം. കാറ്റും വെളിച്ചവും കിടക്കാത്ത വൻ കോൺക്രീറ്റ് മാളികകളിൽ കുഞ്ഞുങ്ങളെ കുടിയിരുത്തുന്നതാണ് അന്തസ് എന്ന് കരുതുന്നവരോട് ശരിയല്ല ഇത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രകൃതി സൗന്ദര്യങ്ങൾ കണ്ട് ആസ്വദിച്ച് ചെടികളോടും മരങ്ങളോടും സല്ലപിക്കാവുന്ന ശുദ്ധവായു ലഭിക്കുന്ന ചെറുതും ഒതുക്കവുമുള്ളമായ വിദ്യാലയങ്ങളിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ലളിതമായ വസ്ത്രരീതിയിൽ ഈ കുഞ്ഞു പ്രായത്തിൽ അറിവിനെ തേടുവാൻ അവരെ അനുവദിക്കണം. ഇതിലെല്ലാം ഉപരി മാനവിക മൂല്യങ്ങളെ കുറിച്ചുള്ള ബോധം അവരിൽ ക്രമേണ വളർത്തിയെടുക്കണം. അനുകമ്പ, ത്യാഗം, ജീവകാരുണ്യം, സ്നേഹം, അഹിംസ ഇവയെല്ലാം അവരുടെ മൃദുല ഹൃദയങ്ങളിൽ വേഗത്തിൽ പ്രവേശിപ്പിക്കുവാനും ത്യാഗം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൂടി ത്യാഗം പഠിപ്പിക്കണം എന്ന് ശ്രീനാരായണ ഗുരു സന്ദേശം ഈ ശിശുദിനത്തിൽ മുഖമുദ്രയാകട്ടെ എന്ന് പറയുന്നു. സസ്നേഹം. ഇത് നമുക്ക് തുളസീധരൻജി അയച്ചു തന്ന സന്ദേശമാണ്. വളരെ ധന്യമായിട്ട് തോന്നുന്നു. മാത്രമല്ല, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ രാവിലെ പ്രാർത്ഥന ഉണ്ടാവണം. കുട്ടികളെ കഥകൾ കേൾപ്പിക്കണം. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പറഞ്ഞു കൊടുക്കണം. അത് കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ സന്ദേശം കൊടുക്കണം. ആത്മീയത ഭൗതികതയുമായി ചേർത്ത് പറഞ്ഞു കൊടുക്കണം. വിദ്യാർത്ഥികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ശിശുദിനത്തിൽ മുതൽക്ക് ചെറിയ ചെറിയ കഥകൾ, ഉപദേശങ്ങൾ, അനുഭവങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ മക്കളിൽ തിന്മകൾ വന്നതിന് ശേഷം പിന്നെ നന്മകൾ വരുത്താൻ ശ്രമിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. കോൺക്രീറ്റ് ഒരിക്കൽ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ സാധിക്കില്ല. ഒരു കെട്ടിടം കുറേ പണിത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ ശ്രമിച്ചാൽ ശരിയാവില്ല. ഒരു ചെടി കുറേ വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ശിശുക്കളെ ചെറുപ്പം മുതൽക്ക് ചൊട്ടയിലെ ശീലം ചുടല വരെ നമ്മുടെ വീട്ടിൽ ചെറിയ മന്ത്രത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കീർത്തനങ്ങളുടെയും എല്ലാം ബോക്സുകളുണ്ട്, ഇലക്ട്രോണിക് ബോക്സുകൾ. 80 രൂപ, 90 രൂപ, 100 രൂപയൊക്കെ ഉള്ളൂ. അത് രാവിലെ നിങ്ങൾ ഉണർന്ന ഉടനെ ഓൺ ചെയ്ത് വയ്ക്കാം. 1 മണിക്കൂർ നേരം. വൈകുന്നേരവും ഓൺ ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കാത്ത 100,000 കാര്യങ്ങൾ ആ കീർത്തനങ്ങളും മന്ത്രങ്ങളിലൂടെ കുട്ടികൾ രാവിലെ കേട്ട് തന്നെത്താനെ കേട്ട് അവർ ബൈ ഹാർട്ടാക്കും. അതുപോലെ നിങ്ങൾ അരമണിക്കൂറെങ്കിലും കുട്ടികളുടെ കൂട്ടത്തിൽ ചെലവഴിക്കാം.
അമ്മയും അച്ഛനും അവരുടെ കൂട്ടത്തിലുണ്ടെന്നൊരു ബോധം ഉണ്ടാക്കാം. അമ്മ അവർക്ക് ചോറ് വിളമ്പി കൊടുക്കാം. സ്കൂളിലെ കാര്യങ്ങളും ജീവിത കാര്യങ്ങളും മുഴുവനും കേൾക്കാനുള്ള സമയം അമ്മ കണ്ടെത്തണം. നല്ല രീതിയിൽ അനുഗ്രഹിക്കണം, അഭിനന്ദിക്കണം, ആശീർവദിക്കണം, ആശ്വസിപ്പിക്കണം. ഇതെല്ലാം ശിശുദിനത്തിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാവുന്നത് മൊബൈൽ ഫോണോ നല്ല ഭക്ഷണമോ മാത്രമല്ല, ആവശ്യമുള്ള കാലത്ത് അതും കൊടുക്കണം. നല്ലൊരു മനസ്സ്. ആ കുട്ടികൾക്ക് അച്ഛനെയും അമ്മയെയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. പക്ഷേ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒരു സ്വാതന്ത്ര്യമുള്ളത്, നമ്മൾ ജന്മം നൽകിയ മക്കൾക്ക് നല്ല ശരീരം കൊടുത്താൽ മാത്രം പോരാ, നല്ലൊരു മനസ്സും കൊടുക്കണം. അത് നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അത് ഈ ശിശുദിനത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.